മെത്തേഡ് വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാണ്. ഇവിടുത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² - 7x + 3 = 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും x² കോയിഫിഷ്യൻ്റ് എന്താണ് 1 ആക്കി വെക്കണം. ഇവിടെ ഇപ്പോൾ എത്രയാണ് 2 ആണ്. സോ നമുക്ക് എന്താണ് ഈ എൻറ്റയർ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡിങ് ബൈ 2 x² - 7/2 x + 3/2 = 0 എന്ന് കിട്ടും. ഇനി ഈ 3/2 കോൺസ്റ്റൻറ്റ് ടൈം ആയതുകൊണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ x² - 7/2 2x = -3/2. ഇനി ഇവിടെ ഉള്ളതെന്ന് ഇങ്ങനെ വരും. ഇപ്പോൾ x - y² = x² - 2xy + y². ഇവിടെ x² ടൈമുണ്ട്, -2xy ടൈമുണ്ട്, y² ടൈമാണ് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ y കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ x² ഇവിടെ ഇതെന്താണ് -2xyയുടെ സ്ഥാനത്താണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് y കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? -2xy = -7/2x എന്ന് എഴുതി. രണ്ട് സൈഡിലും മൈനസ് ഉള്ളതുകൊണ്ട് ക്യാൻസൽ ആകും. ബാക്കിയുള്ളത് ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്, ക്യാൻസൽ ആവും. y = ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 7/2 × 2 = 7/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് y 7/4 എന്ന് കിട്ടി. അപ്പോൾ y² എന്ന് പറയുന്ന ടേം ഈ കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് =ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആഡ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടും? ഇവിടുത്തെ അതുപോലെ എഴുതുക. x² - 7/2x + 7/4 2 = 3/2 + 7/4 2 എന്ന് എഴുതി. ഇനി ഇത് കംപ്ലീറ്റിംഗ് സ്ക്വയറിൻ്റെ ഫോമാറ്റാണ്. അത് നമ്മൾ എവിടെ എഴുതിയ x - y ഹോൾ സ്ക്വയറിൻ്റെ ഫോമാറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോമാറ്റിൽ കിടക്കുന്നതിന് ഇങ്ങനെ എഴുതാം നമുക്ക്. ഇപ്പോൾ x - 7/4 2 എന്ത് എഴുതാം? -3/2 + 7ൻ്റെ സ്ക്വയർ 49 / 4ൻ്റെ സ്ക്വയർ 16. ഇനി നമുക്ക് ഇതിൻ്റെ LCM എടുക്കാം. അതായത് ഇതിൻ്റെ 16 എടുക്കുക. ഡിനോമിനേറ്ററിൽ 2 × 8 ആണ് 16 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുകളിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം -24 + 49 = 25 / 60 എന്ന് കിട്ടും. അതായത് നമുക്ക് x - 7/4 2 = 25/60 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ക്വയറിൻ്റെ ടേം കളയണം. അതിന് സ്ക്വയറിന് ഇപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ റൂട്ട് വരും. അപ്പോൾ x - 7/4 = √25 / 60 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് x - 7/4 = √25 എന്ന് പറഞ്ഞാൽ 5, √60 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടി. ഇനി ഈ ടേമിനെ നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് +or - 5/4 ആണ് കിട്ടുക. ഈ ടേമിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ x = +or - 5/4 + 7/4 എന്ന് വരും = ഇനി ഇവിടെ ആദ്യം 5ൻ്റെ സ്ഥാനത്ത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഏത് വരും? 12 / 4 എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2/4 എന്ന് വരും. ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 12/4നെ നമ്മൾ എങ്ങനെ എഴുതും? 3 എന്ന് എഴുതും. 2/4നെ 1/2 എഴുതും. അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂ ഏതൊക്കെയായിരിക്കും? 3യും 1/2 ആയിരിക്കും.